ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോടി ഫലങ്ങൾ നൽകുന്ന ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അവർ തന്നെ കമൻ്റായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്രയധികം ഭാഗ്യങ്ങൾ, അത്രയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം. ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എന്ത് വലിയ പ്രശ്നമാണെങ്കിലും അതിന് ഒരു പരിഹാരം കാട്ടിത്തരാൻ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാരണങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നത്തിനും ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അതൊക്കെയും തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമുക്ക് എഴുതിക്കൊണ്ട് എങ്ങനെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ്. 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഫലം ലഭിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ വരുത്തുന്ന ചെറിയ പാളിച്ചകൾ പോലും, അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ പോലും നിങ്ങളുടെ ആഗ്രഹത്തിന് വിപരീത ഫലം നൽകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പകുതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹൈന്ദവാചാരപ്രകാരം കാലങ്ങളായിട്ട് നമ്മൾ കേട്ട് ശീലിച്ച ഒന്നാണ് ബ്രഹ്മമുഹൂർത്തം എന്ന പദം. എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ഉപരി ജീവിതത്തിൽ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കും എന്നാണ് വിശ്വാസം. നമുക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്ന സവിശേഷമായിട്ടുള്ള ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വീഡിയോസ് കാണാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഒരേ സമയമാവില്ല. ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാം. ഓരോ നാട്ടിലും ഉദയാസ്തമയത്തിൻ്റെ വേരിയേഷൻ പോലെ ബ്രഹ്മമുഹൂർത്ത സമയത്തിനും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 5:20 വരെയുള്ള ഒരു സമയം ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഓരോ ദിവസവും വരുന്ന വേരിയേഷൻസ് ഒന്നും അതൊക്കെ ദിവസവും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 5:20 വരെയുള്ള സമയമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആളായിരുന്നാലും രാവിലെ 5:20 മുന്നേ ആയിട്ട് ആ ഒരു വിളക്ക് തെളിയിച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആഗ്രഹം ബ്രഹ്മമുഹൂർത്തത്തിൽ എങ്ങനെയാണ് എഴുതിയിട്ട് സാഫല്യമാക്കാൻ സാധിക്കുക എന്ന് നോക്കാം. രാവിലെ നേരത്തെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞു 5:20 വരെയാണ് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ സമയം. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ആയിട്ട് എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സാധിക്കുന്ന എല്ലാവരും തന്നെ ആ ഒരു വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനായിട്ട് പുതിയ ഒരു ബുക്ക് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു 100 പേജിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കാവുന്നതാണ്. ലൈൻസ് ഇല്ലാത്ത ബുക്ക് വേണം വാങ്ങിക്കാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ബുക്കിൽ ലൈൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു. അതിൻ്റെ വിളക്കിന് അടുത്തായിട്ട് തന്നെ ഒരു പായിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇരിക്കുക. വെറും നിലത്തിരിക്കാൻ പാടില്ല. ശേഷം ഈ ഒരു ബുക്ക് എടുക്കുക. ബുക്കെടുത്ത് നീലമഷി പേനയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും കറുത്ത മഷി പേന ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ വീടുകളിലും നീലമഷി പേന ഉണ്ടാവും അല്ലേ? ആ ഒരു പേന കോമൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്.
അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരെണ്ണം വാങ്ങിക്കുക. ഇത് ഒരു ദിവസത്തേക്ക് വേണ്ടതല്ല, മുന്നോട്ടേക്കും ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആദ്യം തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമല്ലോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ തറയിലൊരു തുണിയൊക്കെ വിരിച്ചിരുന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ആദ്യം തന്നെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊരു പൂജ ചെയ്യുന്ന സമയത്തും എന്തൊരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുന്ന സമയത്തും ഗണേശ ഭഗവാനെ വേണം ആദ്യം പ്രാർത്ഥിക്കാനായിട്ട്. കാരണം നമ്മുടെ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളില്ലാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് ഗണേശ ഭഗവാനെയാണ്. ഗണേശ ഭഗവാനോട് നിങ്ങളുടെ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പേന കയ്യിലെടുക്കുക. വീണ്ടും 2 കൈയും കൂപ്പി നമ്മുടെ ആ ഒരു വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോയിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ബുക്കിൽ നിങ്ങളുടെ ആഗ്രഹം 1, 2 അങ്ങനെ എഴുതിയിട്ട്, അതായത് 1 എന്ന് എഴുതിയിട്ട് ആ ഒരു ആഗ്രഹം എഴുതുക. ഒരാഗ്രഹം മാത്രമേ ഒരു സമയം നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ആ ഒരു ആഗ്രഹം എഴുതുക. 101 തവണയാണ് നിങ്ങൾ ആ ഒരു ആഗ്രഹം ആ ഒരു ബുക്കിൽ എഴുതേണ്ടത്. 101 തവണ, ഞാൻ ഈ പറഞ്ഞതുപോലെ 1, 2, 3 അങ്ങനെ നമ്പേഴ്സ് ഇട്ടുകൊണ്ട് 101 തവണ നിങ്ങൾ ഒരു ദിവസം ഈ ആഗ്രഹം എഴുതണം. ഇനി ആഗ്രഹം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹ സാഫല്യത്തിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോണുണ്ട്, ലോൺ അടക്കാനുള്ള പണം തരണേ, ഒരു കാരണവശാലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഈ ലോണ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു വാക്കാണ്. നമ്മൾ എപ്പോഴും എഴുതുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നല്ല കാര്യങ്ങളാണെങ്കിൽ എഴുതാനുള്ളത് നല്ല കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ എന്ന്, അല്ലേ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കടമാണുള്ളത്, കടം മാറ്റിത്തരണേ അല്ലെങ്കിൽ കടം കുറയ്ക്കാൻ സഹായിക്കണേ എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടം കൂടുകയാണ് ചെയ്യുക. കാരണം ആ കടം എന്നുള്ള വാക്ക് നെഗറ്റീവായിട്ടുള്ളൊരു വാക്കാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ധനവരവുണ്ടാകണേ എന്ന് എഴുതണം. ധനം വന്നാൽ മാത്രമേ നിങ്ങൾ കടങ്ങൾ തീരുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് രോഗമുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്, ആ ഒരു അസുഖം മാറ്റിത്തരാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും രോഗം മാറ്റിത്തരണേ എന്നോ അല്ലെങ്കിൽ അസുഖം മാറ്റിത്തരണേ എന്നോ പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എഴുതാൻ പാടില്ല. നല്ല ആരോഗ്യം തരണേ എന്ന് എഴുതാം. ആരോഗ്യം അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ മുഴുവൻ കാണാതെ ആഗ്രഹം എഴുതാമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കും. അത് പിന്നീട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾ മുഴുവനായിട്ടും മനസ്സിലാക്കി യഥാവിധി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവാനും സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, നല്ലൊരു ജോലി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ജോലി ലഭിക്കണേ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകാൻ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. ഈ 101 തവണ നിങ്ങൾ ഒരു ദിവസം എഴുതി, ഒരു ദിവസം കൊണ്ട് ഈ ഒരു ആഗ്രഹം നടക്കില്ല. 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. 21 ദിവസവും നിങ്ങൾ ഇതുപോലെ തന്നെ ഈ സെയിം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. ഇനി നിങ്ങൾക്ക് മിഡിലിൽ ഒരു ദിവസം ബ്രേക്ക് വന്നു, എന്തെങ്കിലും കാരണവശാൽ സാധിച്ചില്ല, അപ്പോൾ നിങ്ങൾ വീണ്ടും 1 എന്ന് തുടങ്ങേണ്ടി വരും. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം സാഫല്യമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളും നമുക്കുണ്ടാവും. പല ഭാഗത്ത് നിന്ന് പല തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ ഈ 21 ദിവസം എന്നുള്ളത് നടുക്ക് നിങ്ങൾക്കൊരു ബ്രേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു ദിവസം എഴുതാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു തടസ്സം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും 1 എന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
21 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും സാധിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നിങ്ങളൊരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു, ഇങ്ങനെ എഴുതി, ആ ഒരു ആഗ്രഹം സാധിച്ചില്ല. പകരം നിങ്ങൾക്ക് നിറവേറിയത് മറ്റൊരു കാര്യമാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ അറിയാം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്താണ് എന്നത്. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത്. അതിൽ തൃപ്തനാവുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് ആഗ്രഹിച്ചതിലും വലിയ കാര്യമാണ് അല്ലെങ്കിൽ വലിയ സന്തോഷമാണ് ലഭിച്ചതെങ്കിൽ പോലും ആഗ്രഹിച്ച കാര്യം ലഭിച്ചില്ല എന്നതിൽ പരാതിയും പരിഭവവും കാണും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചത് എന്താണോ അത് തരാനായിരിക്കും ഭഗവാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അതിനായിട്ടാണ് നിങ്ങൾ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി പലരും ചോദിക്കും, ഇങ്ങനെ എഴുതി തുടങ്ങി, സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു നടുവിൽ എന്ത് ചെയ്യും? 21 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് സാധിക്കുന്ന സമയവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്. എഴുതി തുടങ്ങി, അപ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതി തീർന്നു കഴിഞ്ഞാൽ ബുക്ക് അപ്പോൾ തന്നെ അടച്ചു വയ്ക്കാൻ പാടില്ല. കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും ആ ഒരു ബുക്ക് അങ്ങനെ തന്നെ തുറന്നു വെച്ചിരിക്കണം. ശേഷം നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അണയ്ക്കുമല്ലോ, ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുക്കും മടക്കി വയ്ക്കാവുന്നതാണ്. ആ ഒരു ബുക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സേഫായിട്ടുള്ള ഏതൊരു സ്ഥലത്തും സൂക്ഷിക്കാവുന്നതാണ്. അതായത് ശുദ്ധിയുള്ള ഏതൊരു സ്ഥലത്തും ആ ഒരു ബുക്ക് നിങ്ങൾക്ക് സൂക്ഷിക്കാം. പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചോളൂ, യാതൊരു കുഴപ്പവും ഇല്ല. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 തവണ അല്ലെങ്കിൽ ഒരു 50 തവണ എഴുതിയപ്പോഴേക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് എഴുന്നേറ്റ് പോകുന്നു. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു തവണ അത് എഴുതാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു 101 തവണ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. എഴുതി പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണം. ഈ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് സകല ദേവീദേവന്മാരും കൂടെ നിൽക്കണേ എന്ന്. അതിനുശേഷം വേണം നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട്. ശേഷം നിങ്ങൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ ഈ വഴക്കിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം താറുമാറാക്കുകയാണ് ചെയ്യുന്നത് അത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും ആ ഒരു ആഗ്രഹം സാഫല്യമാക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുതി സാധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.